നമസ്കാരം. എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ നീതു മാത്യൂസ്. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യമാണ് സ്വവർഗ അനുരാഗം, അതല്ലെങ്കിൽ സ്വവർഗ രീതി എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. സ്വവർഗ അനുരാഗം പ്രകൃതി വിരുദ്ധമാണ്, അതല്ലെങ്കിൽ രോഗാവസ്ഥയാണ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഈ സ്വവർഗ അനുരാഗം? അതല്ല എങ്കിൽ സ്വവർഗ രീതി? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്? നമ്മളുടെ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ലൈംഗികതയെ തിരഞ്ഞെടുക്കുന്നതിന് എന്തൊക്കെ ഘടകങ്ങളാണ് ആവശ്യമായി വരുന്നത്, എന്തൊക്കെ ഘടകങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത്? സ്വവർഗ രീതിയെക്കുറിച്ച് വൈദ്യശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? ആധുനിക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? നമ്മൾ അത്തരക്കാരെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? അപ്പോൾ സ്വവർഗ രീതിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരേ ലിംഗത്തിൽപ്പെട്ടവർ തമ്മിലുള്ള ലൈംഗികപരമായതോ അതല്ലെങ്കിൽ പ്രണയപരമോ ആയ ഒരു ആകർഷണത്തെയാണ് സ്വവർഗ ലൈംഗികത അല്ലെങ്കിൽ സ്വവർഗ പ്രണയം എന്നൊക്കെ പറയുന്നത്. ഹോമോസെക്ഷാലിറ്റി എന്നും നമ്മൾ ഇതിനെ പറയാറുണ്ട്. ഒരു സെക്ഷൽ ഓറിയന്റേഷൻ, അതായത് ലൈംഗികപരമായിട്ടുള്ള ഒരു ചായ്വ് എന്ന നിലയിൽ സ്വന്തം ലിംഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയോട് ലൈംഗിക അഭിനിവേശവും പ്രണയവും തോന്നുന്നത് സ്വവർഗ പ്രണയം, സ്വവർഗ സ്നേഹം, അതല്ലെങ്കിൽ സ്വവർഗ പ്രേമം എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് സ്വന്തം ലിംഗത്തിൽപ്പെട്ടവരോട് മാത്രമായിരിക്കും ആകർഷണം തോന്നുന്നത്. എന്നാൽ ഒരേ സമയം ആണിനോടും പെണ്ണിനോടും ഒരേപോലെ തന്നെ ആകർഷണം തോന്നുന്നവരുമുണ്ട്. അവരെ ഉഭയവർഗ പ്രണയികൾ അല്ലെങ്കിൽ ബൈസെക്ഷാലിറ്റി എന്നൊക്കെയാണ് പറയുന്നത്. ലൈംഗികതയോടുള്ള ഒരു ചായ്വിനെ അനുസരിച്ച് നമുക്ക് ലൈംഗികതയെ മൂന്നായിട്ട് തരംതിരിക്കാവുന്നതാണ്. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് എതിർവർഗ ലൈംഗികത, അതായത് ഹെറ്ററോസെക്ഷാലിറ്റി. നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, നമ്മുടെ ഓപ്പോസിറ്റ് ലിംഗഭേദമുള്ള വ്യക്തിയോട് തോന്നുന്ന ആകർഷണം. ഇനി രണ്ടാമത്തേതാണ് ഉഭയലൈംഗികത, അതല്ലെങ്കിൽ ദ്വിവർഗ ലൈംഗികത, ഒരേ സമയം പെണ്ണിനോടും ആണിനോടും ആകർഷണം തോന്നുന്നത്. ഇനി മൂന്നാമത്തേതാണ് സ്വവർഗ രീതി, അതായത് സ്വന്തം ലിംഗത്തിൽപ്പെട്ട വ്യക്തികളോട് മാത്രം ആകർഷണം തോന്നുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിൽപ്പെട്ട ഒരു ലൈംഗികതയിലോട്ട് മാറുന്നത്, അല്ലെങ്കിൽ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം തിരഞ്ഞെടുക്കുന്നത് എന്ന് നോക്കാം. ഒരാളുടെ ലൈംഗികത അല്ലെങ്കിൽ സെക്ഷൽ ഓറിയന്റേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്വതന്ത്രമായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒന്നല്ല, മറിച്ച് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ജനിതകമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സാമൂഹികമായിട്ടുള്ള പ്രേരണകളും നമുക്ക് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കാറുണ്ട്. വ്യക്തിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ചുറ്റുപാടുകളും ഇതിന് കാരണമായി തീരാറുണ്ട്. ഇനി പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുന്ന ഒരു തിയറിയുണ്ട്. അതായത് നമ്മുടെ പ്രത്യുൽപാദന സാധ്യത കുറവ്, അതേപോലെ തന്നെ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ജൈവ ഘടകങ്ങളുടെ പ്രക്രിയ. ഇനി ഗർഭകാലത്ത് നമ്മൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു കാരണമാണ്. ഗർഭകാലത്ത് അമ്മയ്ക്കുണ്ടാകുന്ന സമ്മർദ്ദം, ഈ സമ്മർദ്ദം മൂലം ഉണ്ടാകുന്ന ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ, ഇതെല്ലാം തന്നെയും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുകൾക്ക് കാരണമാകാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജനിതകവും സാമൂഹിക ഘടകങ്ങളുടെയും സങ്കീർണമായ പ്രതിപ്രവർത്തനങ്ങളാൽ നിർണ്ണയിക്കപ്പെടുന്നതാണ് ഒരു സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ലൈംഗികത എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലാണ് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പിനെ ശാസ്ത്രലോകവും വൈദ്യലോകവും കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്വവർഗ അനുരാഗം പ്രകൃതി വിരുദ്ധമാണെന്നും രോഗാവസ്ഥയുമാണെന്നൊക്കെയുള്ള കാഴ്ചപ്പാട് ആഗോളതലത്തിൽ തന്നെ തിരസ്കരിക്കപ്പെട്ട കാര്യമായി കഴിഞ്ഞു. മനുഷ്യ ലൈംഗികതയിലെ ഒരു വ്യതിയാനം മാത്രമാണ് സ്വവർഗ ലൈംഗികത എന്ന കാഴ്ചപ്പാടാണ് ശാസ്ത്രം സ്വീകരിച്ചു പോരുന്നത്. എന്നാൽ മനുഷ്യ മസ്തിഷ്കത്തിലെ മീഡിയൽ ടെമ്പോറൽ ലോബിലുള്ള മാറ്റങ്ങളാണ് സ്വവർഗ പ്രണയം ഉണ്ടാവുന്നതിനൊരു കാരണമെന്ന് വൈദ്യശാസ്ത്രം പറയുന്നത്. ഇത് പഠനവിധേയമാക്കിയിട്ടുള്ള വിഷയമാണ്, പഠനങ്ങൾ തെളിയിച്ചിട്ടുമുള്ള കാര്യമാണ്. അപ്പൊ അത്തരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ശരീരഘടനയിലും അതുപോലെ നമ്മുടെ പ്രതികരണത്തിലും മറ്റുമെല്ലാം തന്നെ മാറ്റങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്വവർഗ ലൈംഗികത എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി അനുകരണമാണെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സ്വവർഗ അനുരാഗം അല്ലെങ്കിൽ ദ്വിവർഗ അനുരാഗം എന്നൊക്കെ പറയുന്നത് ഒരു രോഗാവസ്ഥയല്ല, അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടല്ല എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സമൂഹം ഏർപ്പെടുത്തുന്ന അല്ലെങ്കിൽ വെച്ച് പുലർത്തുന്ന വിവേചനം, ഒറ്റപ്പെടുത്തലുകൾ. ഇതൊക്കെ തെറ്റാണ്, അതല്ലെങ്കിൽ ഒരു മാനസിക രോഗമാണ് എന്നുള്ള യാഥാസ്ഥിതിക കാരണങ്ങൾ. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാനസിക സമ്മർദ്ദവും വിഷാദവും അതുപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള ഗുരുതരമായ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ലൈംഗികത എന്ന് പറയുന്നത് നമ്മൾ സ്വയം തെരഞ്ഞെടുക്കുന്ന ഒരു കാര്യമല്ല, ഒരുപാട് ഘടകങ്ങൾ കൂടിച്ചേർന്നുണ്ടാവുന്ന ഒരു തെരഞ്ഞെടുക്കലാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികൾ അവരും നമ്മുടെ സമൂഹത്തിലെ വ്യക്തികൾ തന്നെയാണ്. അവരെ നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക, ഒറ്റപ്പെടുത്താതിരിക്കുക.
അവരെയും പൂർണ്ണമായിട്ടും നമ്മൾ അംഗീകരിക്കുക. അപ്പോൾ ഇന്ന് സെക്ഷുവാലിറ്റിയെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.